എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്, അവരുടെ ശിഷ്യന്മാരുടെ ഗ്രന്ഥമുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഒരക്ഷരം പോലും പ്രവാചക ജന്മദിനം എന്ന് മീലാദുൻ നബി എന്നൊരു വാക്ക് ലോകത്ത് അന്ത്യനാളെ വരെ ഒരാൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പൊ അവരൊക്കെ പ്രവാചകനെ സ്നേഹിച്ച പോലെ തന്നെ നമുക്ക് സ്നേഹിച്ചാൽ പോരെ. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കതൊന്നും പോരാ. നമുക്കത് പോരാ. കാരണം അവരൊക്കെ സ്നേഹിച്ചതുപോലെ പോരാ, കുറച്ചും കൂടി കൂടുതൽ സ്നേഹിക്കണം. അതാണ് സഹോദരങ്ങളെ ലോക ചരിത്രത്തിന്റെ തൗഹീദിന്റെ ചരിത്രത്തിൽ നിന്ന് ആളുകൾ ശിർക്കിലേക്ക് പോകാൻ ചരിത്രം പറയുന്നത്. പിടിക്കണം. ഇതാണ് വിവരമില്ലാത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ സംഭവിച്ചത്. നമ്മൾ ചില ആൾക്കാർക്ക് വിവരം ചെയ്യാൻ അവരെ പിൻപറ്റണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. യഥാർത്ഥ വിവരത്തിന്റെ സ്രോതസ്സായ വിശുദ്ധ ഖുർആനും സുന്നത്തും 4 മദീനത്തിന്റെ ഇമാമിങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ നമ്മൾ പിൻപറ്റാൻ നമ്മൾ തയ്യാറില്ല. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ചരിത്രത്തിൽ ആദ്യമായി പിന്നെ മീലാദുൻ നബി എന്ന ഒരു സംഭവം കണ്ടോ. വളരെ വീരന്മാരുമായ ഇസ്ലാമിക സ്പിരിറ്റുള്ള, ഇസ്ലാമിക ഈമാനിക ആവേശമുള്ള എല്ലാ തലമുറകളും മരിച്ചുപോയി. അങ്ങനെ 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടുകളിലേക്ക് കടന്നപ്പോൾ ഇസ്ലാമിലെ പല അന്ധവിശ്വാസങ്ങളുടെയും ഓഫർ പ്രഖ്യാപിച്ച ഷിയാക്കളുടെ ഭരണകൂടമായ ഫാത്തിമി ഭരണകൂടം, അന്നുള്ള മുദഫർ രാജാവാണ് ആദ്യമായി ജന്മദിനം എന്ന ഒരാശയം കൊണ്ടുവന്നത്. നോക്കണം, ഇപ്പൊ നമുക്കറിയാം